നിയമസഭാ സമ്മേളനം തടസ്സപ്പെടുത്തിയത് എന്തിനാണെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. ഈ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിലും ഗവൺമെന്റിന് വലിയ റൂളില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ അന്വേഷണ റിപ്പോർട്ട് സീൽഡ് കവറിൽ ഡിവിഷൻ ബെഞ്ചിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് പോലീസ് മേലധികാരികൾക്കോ ഗവൺമെന്റിനോ അല്ല സമർപ്പിക്കുന്നു. അത് സീൽഡ് കവറിലാണ്. പിന്നെ ചില ഘട്ടത്തിൽ ഇൻ ക്യാമറയാണ് കോടതി പിന്തുടരുന്നത്. പുറത്ത് ഇത്തരം പ്രചാരവേലകൾ വന്നപ്പോഴാണ് രണ്ട് ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റാൻ പോകുന്നത് പ്രചാരവേല. അപ്പോൾ കോടതി തന്നെ പറഞ്ഞു അവരുടെ കോമ്പിറ്റന്റ് ആണ്, തെറ്റായ പ്രചാരവേല നടത്തരുത് എന്ന് കോടതി തന്നെ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ഡിവിഷൻ ബെഞ്ച് തന്നെ സിംഗിൾ ബെഞ്ചിന്റെ വിധിയൊക്കെ വന്നതിന് ശേഷം പറയുകയുണ്ടായി, ഇത്തരം പ്രചാരവേലകൾ നടത്തുമ്പോൾ ആളുകളെ ഈ SITയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ഈ സംവിധാനത്തിൽ വിശ്വാസ്യത ഇല്ലാതാക്കുന്നതിലേക്ക് എത്തിക്കും എന്നാണ് ഹൈക്കോടതി തന്നെ അവരുടെ വിധിന്യായത്തിനകത്ത് സൂചിപ്പിച്ചത്. അപ്പം അത്തരം സംശയത്തിന്റെ ഇതിലേക്ക് എത്തിച്ച് സമ്മർദ്ദം ചെലുത്താനാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ ഡിവിഷൻ ബെഞ്ച് തന്നെ ആ വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ഭയം കോൺഗ്രസിൽ വന്നു കയറിയത് കൊണ്ടാകാം ഈ അന്വേഷണത്തിന്റെ ഡിവിഷൻ ബെഞ്ച് ഇത്രയും ആധികാരികമായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് പോലും നിയമസഭാ സമ്മേളനം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയത്. ചർച്ച ചെയ്താൽ ഈ കാര്യങ്ങളെല്ലാം അവിടെ വെളിപ്പെടും. അങ്ങേയറ്റം തുറന്നു കാട്ടപ്പെടുന്ന ദുർബലമായി പോകും പ്രതിപക്ഷം എന്നതുകൊണ്ടാണ് അവര് അതിലേക്ക് മാറിയത്. ഇപ്പോ പുതുയുഗ യാത്രയാണല്ലോ. പഴയ യുഗം ഓർമ്മിപ്പിക്കാൻ നല്ലതാണ്. നേരത്തെ എങ്ങനെയായിരുന്നു ഇവരുടെ ഭരണകാലഘട്ടത്തിൽ കേരളം എന്ന് ഓർമ്മിപ്പിക്കാൻ. ഇവർ പുതുയുഗം എന്ന് പറയുമ്പോൾ നേരത്തെ ഇവർ ഭരിച്ചപ്പോൾ ഉള്ളതുമായി താരതമ്യം ചെയ്തിട്ട് വേണമല്ലോ പറയേണ്ടത്. വ്യവസായ മേഖല തകർന്നു കിടന്നിരുന്നത്, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പുസ്തകം കുട്ടികൾ പഠിക്കേണ്ടി വന്നത്, ഓണം എന്തിനെത്ര നേരത്തെ വന്നതെന്ന് ഉത്കണ്ഠപ്പെട്ടത്, അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രികളുടെ അവസ്ഥ എന്തായിരുന്നു, ഇപ്പോഴത്തെ ഈ ക്യാൻസർ സെന്ററും അത് കല്ലിട്ട കാര്യമൊക്കെ ഉൾപ്പെടെ പുതുയുഗം നമുക്ക് ഓർമ്മിപ്പിക്കാൻ പറ്റും. അപ്പം അത് നന്നായി. പുതുയുഗം എന്ന് പറയുമ്പോൾ ഇവരുടെ കാലത്തെ പഴയ യുഗം എന്തായിരുന്നു എന്നത് വച്ചിട്ടായിരിക്കുമല്ലോ ഇവരെങ്ങാനും വന്നാൽ ആകുമെന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ചർച്ച ചെയ്യണം. ഞങ്ങൾ അന്ന് എന്ത് ചെയ്തു, പവർ കട്ട് എങ്ങനെയായിരുന്നു, ലോഡ് ഷെഡിങ് എന്തായിരുന്നു, അതെല്ലാം ഒന്ന് വിശദീകരിച്ചിട്ട് അന്ന് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഇതൊക്കെയാണ് ഇനിയും ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു പോകാൻ നല്ലൊരു ജാഥയായിരിക്കും.